എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു നാടൻ റെസിപ്പിയാണ്. പപ്പായ കൊണ്ടുള്ള ഒരു കറിയാണ്. അപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, വളരെ സിമ്പിളാണ് എന്നാൽ ടേസ്റ്റിയുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഒരു അധികം മൂക്കാത്ത വിളയാത്ത ഒരു പപ്പായാണ് ആവശ്യം. ഇത് ഞാൻ ഒന്ന് അരിഞ്ഞിട്ട് വരാമേ. അപ്പോൾ ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. ഒരു ചെറിയൊരു മൺചട്ടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കറിയുടെ ആവശ്യമില്ലാത്തതുകൊണ്ട് ചെറിയൊരു മൺചട്ടി. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പപ്പായ മുറിച്ച് ചതുരത്തിൽ മുറിച്ച് നമ്മൾ ഇതിനകത്ത് ഇട്ട് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ പപ്പായയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ആവശ്യമുള്ളൂ. സ്ക്വയർ രൂപത്തിൽ മുറിച്ചിട്ടേക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഒരു 2 പച്ചമുളക്, എരിവ് ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഒരു 2 പച്ചമുളകും കൂടെ ചേർക്കാം. ഇനി 1 കപ്പ് വെള്ളം അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. പാകത്തിനും ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ സമയക്കുറവ് മൂലം ഞാനിത് ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതവിടുന്ന് വേകട്ടെ. ഇനി ഞാൻ സെയിം ചട്ടിയിൽ തന്നെ, മൺചട്ടിയിൽ തന്നെയാണ് ഈ കറി വെക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്. ചിലർ ഇത് വേവിച്ചെടുത്തിട്ട് ലാസ്റ്റ് താളിക്കാറുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്യാം. ഞാൻ 1 സവാളയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ സവാള ഇട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഞാൻ ചെറിയൊരു സവാളയാണ് എടുത്തിരുന്നത്, 1 സവാള. പിന്നെ ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ നമുക്കൊരു 2 സവാള വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. ഞാൻ പപ്പായ വേവിക്കാൻ വെച്ച സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഈ കറിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഗ്രേവി, അതിൻ്റെ ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിലേക്ക് ഞാനൊരു 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു 3 വെളുത്തുള്ളി. ഇത് ഇത്രയും കുറച്ച് വെള്ളം ചേർത്തൊന്ന് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ സമയം കൊണ്ട് സവാളയൊക്കെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചേക്കുന്ന പപ്പായയാണ് ചേർക്കാനുള്ളത്. അപ്പോൾ പപ്പായൊക്കെ ഞാനൊരു 2 വിസിൽ കേട്ടപ്പോൾ തന്നെ ഓഫ് ചെയ്തു. അപ്പം ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകണ്ട, പാകത്തിന് വെന്താൽ മാത്രം മതി. അപ്പോൾ ഇനി ഇത് വേണമെങ്കിൽ കുറച്ച് നമുക്ക് ഈ തവി വെച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് അത് ഉടച്ചെടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഉടയ്ക്കണ്ട. അപ്പോൾ നമ്മളെ എല്ലാവരുടെയും വീട്ടിൽ പപ്പായയൊക്കെ കാണും. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയുള്ള കറി തയ്യാറാക്കി വെക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, നമുക്ക് വേറെ പച്ചക്കറികളൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലൊരു കറി തയ്യാറാക്കാം. അതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തതോ പപ്പടോ അച്ചാറോ അതൊക്കെ ഉണ്ടായാൽ മതി. നമുക്ക് അത്രയൊക്കെ മതിയല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന നമ്മൾ കൂട്ടില്ലേ, തേങ്ങാക്കൂട്ട്, അപ്പോൾ അത് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതായത് ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒന്ന് 2-3 തിള വന്നാൽ മതി. ഈ കറിയൊക്കെ ഒന്ന് തിളച്ച് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് അടച്ച് വെച്ച് കുറച്ച് നേരം ഇരിക്കുക. അപ്പോഴത്തേക്ക് നല്ല പാകമായിട്ട് കുറുകി വരും. അപ്പോൾ ഞാൻ ഈ കറി കുറച്ചുകൂടെ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മുളക് പൊടിയും കൂടെ ഒന്ന് ചാലിച്ച് ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഈ കറി ഭയങ്കര ടേസ്റ്റാണ്. വെജിറ്റേറിയൻസിനൊക്കെ ഇഷ്ടപ്പെടും. അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. തുടർന്നും പുതിയ റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ടാറ്റാ.